ആർച്ചേ ഒരു ചായ ചോദിച്ചിട്ട് നേരെ എത്ര ആയി? നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഞാനിവിടെ തലകുത്തി നിൽക്കുക. ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇതൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് 9:00 പഞ്ചായത്ത് ഓഫീസിൽ എത്താൻ. അതിനിടയ്ക്ക് ഓരോന്നും പറഞ്ഞ് സമയം മെനക്കെടുത്താൻ വന്നിരിക്കുക. ഒരു ചായ ചോദിച്ചത് അത്ര വലിയ മെനക്കെടാണോ? ആ, സമയമില്ലാത്ത സമയത്ത് ചായ ചോദിച്ചാൽ അത് മെനക്കെടുത്തൽ തന്നെയാണ്. സത്യം ഇത്ര അത്യാവശ്യമാണെങ്കിൽ തന്നെ ഇട്ട് കുടിച്ചോ. ഇത്ര വലിയ അധ്വാനമുള്ള പണിയൊന്നുമല്ലല്ലോ. നിനക്ക് എന്നോട് എന്താ പണി? ഓഹോ, ഞാനിവിടെ ചായക്കട നടത്തുകയാണല്ലോ. ആ അതെ, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കാനാണെങ്കിൽ പരിപാടിയെങ്കിൽ രാജീവേ നീ വിവരം അറിയും. ഒരു കാര്യം ഏറ്റ അത് നടത്തണം, അല്ലെങ്കിൽ ഏക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? എന്താ ഇത്? ആൾക്കാരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? ചെറ്റത്തരം കാണിക്കുന്നവരോട് ഇങ്ങനെ സംസാരിക്കണേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ആർച്ചേ, നീ ഒരു സ്ത്രീയാണ്. സ്ത്രീകളുടെ സംസാരത്തിൽ കുറച്ച് മാന്യതയും മര്യാദയൊക്കെ വേണം. ഓഹോ, ആണുങ്ങളുടെ സംസാരത്തിൽ ഇതൊന്നും വേണ്ടേ? ആണുങ്ങളെക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. മാന്യതയിലും മര്യാദയിലും ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ആണുങ്ങൾ എന്തൊക്കെ സംസാരിക്കുന്നോ അതൊക്കെ പെണ്ണുങ്ങൾക്ക് സംസാരിക്കാം. ആർച്ചേ, ഈ പല ആണുങ്ങളും മദ്യപിച്ച് റോഡിൽ ഇറങ്ങി തെറി വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? പക്ഷേ ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ മദ്യപിച്ച് റോഡിൽ നിന്നും തെറി വിളിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് അതാണ് സ്ത്രീകൾ പാലിക്കേണ്ട അച്ചടക്കം. സ്ത്രീകൾ ആരെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും മാന്യമായ ഭാഷയിൽ വേണം സംസാരിക്കാൻ. അതാ ഞാൻ ചോദിച്ചത്, ആണുങ്ങൾ അങ്ങനെ സംസാരിക്കണ്ടേന്ന്. നമ്മൾ സംസാരിച്ചു പറഞ്ഞ ആ വിഷയം അതല്ലല്ലോ. ഒരു സ്ത്രീ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണമെന്ന് സ്ത്രീകൾ തീരുമാനിച്ചോളാം. ഇപ്പൊ എന്താ സത്യന്റെ പ്രശ്നം? ചായ ചോദിച്ചപ്പോ വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അത് തന്നെ പ്രശ്നം. ഒരു ഭാര്യ ഭർത്താവിനോട് അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ആ, ഈ ഭാര്യക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. ചായ വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കണം. ഞാൻ ഉണ്ടാക്കിയിട്ട് കുടിക്കില്ല, മനസ്സിലായോ? അല്ല പിന്നെ രാവിലെ തൊട്ട് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയാണല്ലോ, എന്താ പ്രശ്നം? അറിയത്തില്ല എന്താ സംഭവം. അറിയാൻ പാടില്ലാത്തോണ്ടല്ലേ ചോദിച്ചു, എന്താ പ്രശ്നം? അത് ഇതുവരെ നീ വിട്ടില്ലേ? അതൊക്കെ നിസ്സാരമല്ലേ? ഇച്ചാൻ അത് നിസ്സാര പ്രശ്നമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഒരാള് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അത് ഞാൻ വന്ന് ഇച്ചാനോട് പറഞ്ഞപ്പം ഇച്ചാൻ അത് ഭയങ്കര തമാശയാണെന്ന് ഞാൻ പറഞ്ഞു. ഏതോ ഒരു വിവരദോഷി എന്തോ പറഞ്ഞു എന്ന് കരുതി നീ അതിത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നീ വിട്, ക്ഷമിക്ക്. ഇച്ചാന് നാണമില്ല ഇച്ചായ? എന്നാത്തിനടി? സ്വന്തം ഭാര്യക്ക് ഒരു പ്രശ്നം വരുമ്പോ അത് പരിഹരിക്കാത്ത ഇച്ചാൻ ഒരു ആണാണോ? കഷ്ടം. ആലിസ, ആലിസ, ഞാൻ പറയുന്നത് ഇതെന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത്? എന്ത് പറ്റി ചേച്ചി? പറയുമ്പോ വലിയ ഡോക്ടറാണ്, നാട്ടുകാർക്കൊക്കെ ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ സ്വന്തം ഭാര്യക്ക് ഒരു അപമാനം വരുമ്പോഴുണ്ടല്ലോ, അത് ചോദിക്കാനുള്ള മനസ്സുമില്ല, ധൈര്യവുമില്ല. അപമാനോ? അതെന്തുവാ? നീ കേക്കണം. ഇന്നലെ ഇച്ചായം പോയി കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ആ വരാന്തേ നിൽക്കുമായിരുന്നേ. അപ്പൊ ഒരു കോന്തം കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് നമ്മുടെ വീടിന്റെ വാതിക്ക് വന്ന് ബൈക്കിൽ വന്ന് നിർത്തി. എന്നിട്ട് അവൻ എന്നെ നോക്കിയിട്ട് ഒരു വല്ലാത്ത നോട്ടം. ഇങ്ങനെ അടച്ചുമൂടി വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കൂടെ? എൻ്റെ പൊന്നേ, നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിക്കുകയാണെന്ന് അറിയാവോ? ആരാണ് നീ? മറ്റുള്ളവരോട് കളിക്കുന്ന പോലെ നീ എന്നോട് കളിച്ചാലുണ്ടല്ല, നീ വിവരം അറിയും. എന്തോ സ്ഥലം വിട്, പോ. അല്ലെങ്കിൽ വിവരം അറിയും, ചെല്ല്. അതെ, ഞാൻ റോട്ടിലാണ് നിൽക്കണത്. എനിക്ക് ഇവിടെ നിൽക്കാൻ ആരുടെ അനുവാദം വേണ്ട കേട്ടാ. ആണാ? റോട്ടിൽ നിന്നോണ്ടല്ലേ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളെ കമന്റ് അടിക്കാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? ഒന്ന് വാ പെണ്ണുപിള്ളേ. പെണ്ണുപിള്ളയാ? ഞാൻ ആരാന്ന് നിനക്കറിയാടാ? നിങ്ങൾ ആരാ? എനിക്കെന്തോന്ന്? എനിക്ക് സൗകര്യമുള്ളതുപോലെ ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളും ചെയ്യും. അല്ല പിന്നെ നമ്മുടെ വീടിന്റെ വാതിക്കെ വന്നു നിന്ന് എന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനൊരു പോക്ക് പോയി. ഞാൻ ഇച്ചാനോട് പറഞ്ഞ് അവനെ വിളിച്ച് 2 വർത്താനം പറയണമെന്ന് പറഞ്ഞപ്പോ പറയാണേ അതൊക്കെ പോട്ടെ, അതങ്ങ് വിട്ടേക്കാൻ. ആരായിരുന്നത്? ആരാന്ന് എനിക്കറിയാൻ പാലടി, പക്ഷെ അവന്റെ വണ്ടിയുടെ നമ്പർ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ചേച്ചി, ഇതങ്ങനെ വിട്ടാ പറ്റൂല, ചോദിച്ചേ പറ്റൂ. ഇന്നലെ അവൻ റോഡിൽ വന്നു, ഇനി അകത്ത് കയറി വന്നാലോ? ഒന്നാമത്തെ ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ.
ചേച്ചി ഇത് സാറിനോട് പറയും, ചോദിച്ചേ പറ്റൂന്ന്. അല്ലെങ്കിലും സ്വന്തം ഭാര്യയുടെ അടുത്ത് വേണ്ടാതിനെ പറഞ്ഞ ഏതെങ്കിലും ഭർത്താവ് ക്ഷമിക്കോ? ഇച്ചായൻ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഏതിന്? ആ വാങ്ങി നോക്കിയുടെ കാര്യത്തില്. എന്ത് ദേ, അവന്റെ ബൈക്കിന്റെ നമ്പർ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കാൻ പറ്റും. ഇച്ചാൻ അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അയ്യോ, നല്ല ഫസ്റ്റ് ചോദ്യം. അതെ, ഞാൻ ഇച്ചാന്റെ ഭാര്യയാണോ? അല്ലേ? ചോദിച്ചതിന് സമാധാനം പറ. ഞാൻ ഇച്ചാന്റെ ഭാര്യയാണോന്ന്? ആണല്ലോ. സ്വന്തം ഭാര്യനെ പട്ടാ പകൽ ഒരാള് അനാവശ്യം പറയുന്നത് ഇച്ചാൻ ഒരു പ്രശ്നമല്ലേ? ആലിസ്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ, ഇത്രയും നിസാര കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആവല്ലേ. ഒരു കാര്യം കറക്റ്റ് ആണ്, അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇനി അവൻ ആവർത്തിച്ചാൽ അപ്പൊ ഇടപെടാം. അത് പോരെ? അത് പോരാ. എന്തു ആടി? ഇച്ചാൻ ഇന്നലെ നടന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റൂ. എന്ത് പരിഹാരമാ കൊച്ചു ഉദ്ദേശിക്കുന്നത്? പറയട്ടെ. ഇച്ചാൻ അവനെ കണ്ടുപിടിക്കണം. അവന്റെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറയണം. പറ്റിയാൽ അവന്റെ ചെകിട്ടത്ത് നോക്കി 2 എണ്ണം പൊട്ടിക്കുകയും വേണം. തല്ലാൻ തന്നെയല്ല, എന്താ കുഴപ്പമെന്താ? ചുമ്മാതൊന്നുമല്ലല്ലോ, എന്നോട് അനാവശ്യം പറഞ്ഞിട്ടല്ലേ. മേലിൽ അവൻ ഒരു പെണ്ണിനോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. എന്റെ പൊന്നെ ആലിസ്, നീ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊന്നും ഇങ്ങനെ വലുതാക്കരുതേ. വലുതാക്കിയാൽ എന്താ കുഴപ്പം? ഇങ്ങോട്ട് നോക്ക്. ഞാനേ തേക്കും കാട്ടിൽ പത്രോസിന്റെ മോള. അതിനെ ഇപ്പൊ ഇവിടെ പറയും. എന്റെ അപ്പച്ചനെ എന്നെ കണ്ണില് കൃഷ്ണമണി പോലെ കൊണ്ട് നടന്നേക്കുന്നത്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളും എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കില് അവന്റെ കൈയും കാലും എന്റെ അപ്പച്ചൻ തല്ലി ഒടിച്ചേനെ. അതെങ്ങനെ? ഇച്ചാൻ എന്നോട് സ്നേഹമില്ലല്ലോ. സ്നേഹമുള്ള ഭർത്താവായിരുന്നെങ്കിലേ ഭാര്യ പറയുന്നതിന് മുന്നേ തന്നെ അവനെ പോയി കണ്ടുപിടിച്ചേനെ. ഇതെന്താ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് പോലും ഇച്ചാനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്റെ ആലിസേ, ഞാൻ നിന്നോട് പറഞ്ഞു, ഇത് ആദ്യത്തെ സംഭവമല്ലേ, രണ്ടാമതുണ്ടാവട്ടെ. അപ്പൊ നോക്ക്, എന്താന്ന് വെച്ചാ നോക്കാം കേട്ടോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോളായിപ്പോയി ഞാൻ. എന്റെ വിധി. എന്ത് പറഞ്ഞു ചേച്ചി? ഇപ്രാവശ്യം വിട്ടേക്ക്, അടുത്ത പ്രാവശ്യം ചോദിക്കാന്ന്. ആഹാ, അതെന്ത് ന്യായം? ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാൻ പറയണം. നാളെ ഇവനൊക്കെ എന്താ ചെയ്യാൻ പോണെന്ന് ആർക്കറിയാം? അതൊക്കെ പറഞ്ഞ ഇച്ചാന് മനസ്സിലാവേണ്ട ചാരു. ചേച്ചി ഒരു കാര്യം ചെയ്, സാർ അറിയാതെ ഒരു പണി ഒപ്പിക്ക്. എന്തു പണി? പവിത്രൻ ചേട്ടൻ്റെ അടുത്ത് പറയും, ചേട്ടനല്ലേ ഈ വീഡിയോ എടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാ സഹായിക്കേണ്ട കടമ ചേട്ടനുണ്ട്. പവിത്ര സഹായിക്കോ? സഹായിക്കണമല്ലോ. ചേച്ചി നിർബന്ധമായിട്ട് പറയണം. പിന്നെ ഒരു കാര്യം, അവനെ കിട്ടിക്കഴിഞ്ഞ 2 ഡയലോഗ് അടിച്ച് വിരട്ടിയാൽ മാത്രം പോരാ, അവന്റെ കരണക്കുട്ടിയെ അടിച്ച് പൊട്ടിക്കാൻ വേണോന്ന് പറയണം. ഇവറ്റൊക്കെ 2 കിട്ടിയാലേ പഠിക്കൂ. ഇതിപ്പോ ഞാൻ എന്നാ ചെയ്യണമെന്ന് ആലീസി പറയുന്നേ? ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് പവിത്രന് മനസ്സിലാവുന്നില്ലേ? അവൻ ഇനി ഒരു പെണ്ണുങ്ങളോടും ഒരു വൃത്തികേടും കാണിക്കരുത്. അവനിട്ട് 2 എണ്ണം പൊട്ടിക്കണം. ആര്? ഞാനോ? എന്റെ പൊന്നെ ആലീസ, നിങ്ങൾ ഈ കാണുന്ന ഈ തണ്ടും തടിയും മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ആളെ തല്ലാനൊക്കെ പേടിയാ. മാത്രമല്ല എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. പവിത്രൻ തല്ലണോന്ന് ഞാൻ പിന്നെ പറഞ്ഞോ? വേറെ ആരെങ്കിലും വെച്ച് അവനിട്ട് 2 എണ്ണം കൊടുക്കണം. അതിന് എത്ര രൂപയായാലും ഒരു കുഴപ്പമില്ല, ഞാൻ തരും. അത് ശരി. അപ്പൊ കൊട്ടേഷൻ. നിങ്ങൾ എന്നാ പറഞ്ഞാ ഈ പറയുന്നത്? തല്ലുകൊള്ളുന്ന കൊണ്ട് കേസ് കൊടുക്കും. അവസാനം ഗുണ്ടാത്തല്ലിന്റെ പേര് ഞാൻ അകത്തു പോകും. ജാമ്യം പോലും കിട്ടത്തില്ല എന്റെ ആലീസായി. അപ്പൊ പവിത്രന് പറ്റൂല. നിങ്ങൾ ആണുങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ അലവലാദികളൊക്കെ റോഡിൽ കൂടി ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നത്. ഇങ്ങനെയുള്ളവന്മാരെ പെണ്ണുങ്ങളോട് എന്ത് വൃത്തികേട് കാണിക്കുകയും ചെയ്യും, പറയുകയും ചെയ്യും. ആലീസ് ഈ പറയുന്ന കേട്ടിട്ട് എനിക്കിത് വലിയ ഗൗരവമുള്ള കേസായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് വിട്ടുകളാ പോ. ഇത് തന്നെ ഇച്ചായനും പറയുന്നത്, വിട്ടുകളയെന്ന്. പക്ഷെ ഈ പ്രശ്നം അങ്ങനെ വിട്ടുകളയാൻ ഈ ആലീസ് ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും ഞാൻ ഇതുമായിട്ട് ഏതറ്റം വരെയും പോവും. പോലീസ് കേസാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അത് പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തേ. നമുക്ക് നേരെ പോലീസുകാരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലോ? സത്യപാല സാർ അപ്പുറത്തുണ്ട്, പുള്ളിയോട് സംസാരിച്ചാലോ? അയ്യോ, അങ്ങേരുടെ സഹായം വേണ്ടേ? അങ്ങേരുടെ സഹായമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ പെണ്ണുമ്പോൾ അത് കേട്ടിട്ട് അങ്ങ് ഞെളിഞ്ഞ് നടക്കാൻ തുടങ്ങും. പിന്നെ എന്തായിരിക്കും അറിയോ പറയുന്നത്? ഡോക്ടറുടെ ഭാര്യയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ എന്റെ സത്യേട്ടനെ ഉണ്ടായിരുന്നുള്ളു. ഡോക്ടറാണെങ്കിലോ അത് കേൾക്കുമ്പോ സന്തോഷം കൊണ്ട് അങ്ങ് ഫ്ലാറ്റ് ആകും. ആ സഹായം നമുക്ക് വേണ്ടേ? അതൊന്നുമില്ല. ഇത് മെമ്പർ അറിയത്തില്ല. പോരെ? എങ്ങനെ? മെമ്പർ അറിയാതെ ഈ കാര്യമൊക്കെ ഞാൻ അങ്ങ് സെറ്റ് ചെയ്തോളാം. എങ്ങനെയെന്ന്? അതൊക്കെ നിങ്ങൾ എനിക്ക് വിട്ടതാ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാ, ഇച്ചിരി കാശിലവുള്ള കാര്യമാ. എന്തിന്? ചുമ്മാ ആരെങ്കിലും പിടിച്ച് 2 ഇടി കൊടുക്കാൻ വേണ്ടി പോലീസുകാരോട് പറയാൻ പറ്റൂ? അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം വേണ്ടേ? നീ അതിന് അങ്ങേര് കൈക്കൂലി വാങ്ങിക്കത്തില്ലെന്നാണല്ലോ എല്ലാരും പറയുന്നത്. സാറ് കൈക്കൂലി മേടിക്കത്തില്ല, പക്ഷെ അവിടുത്തെ പോലീസുകാർ കൈക്കൂലി കൊടുക്കണ്ടേ?
അവരല്ലേ ഈ പിടിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യുന്നത്, അവരല്ല, സാറല്ല ചെയ്യുന്നത്. കാശ് കൊടുക്കാം. അത് കേട്ടാ മതി. ഒരു 100 രൂപ കൊടുത്താ പോരെ? 100 രൂപ ഭയങ്കര കൂടുതലാ. കൂടുതലല്ലേ? പിന്നെ ഒരു ചായ കുടിക്കാനുള്ള കാശ് കൊടുത്ത പോരെ? 12 രൂപ 50 പൈസ. ആ അത് മതി. എന്റെ ആലീസേ, പോലീസുകാരുമായിട്ടുള്ള കേസാ. 5000 രൂപ കുറഞ്ഞ ഒരു കേസും പിടിക്കുക. 5000? പിന്നെ 5000 രൂപ വേണം. 5000 രൂപയൊക്കെ തരാം, പക്ഷെ അവനിട്ട് നല്ല ഇടി കൊടുക്കണം. കൊടുത്തിരിക്കും. ആ മേലല്ല അവൻ ഒരു പെണ്ണോടും ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കരുത്. അവൻ ജീവിതത്തിൽ കാണിക്കല്ല, ഞാനാ ഉറപ്പ് പറയുന്നത്. ഉറപ്പാണല്ലോ? പിന്നെ അല്ലാതെ. ഉറപ്പാണെങ്കിൽ ഇവിടെ നിൽക്കുക, ഞാൻ കാശ് എടുത്തോണ്ട് വരാം. അങ്ങനെ 5000 രൂപ നൈസായിട്ടേക്ക് പോകുന്നു. ഇനി ആ സത്യപാലൻ സാറിനെ കൊണ്ട് ഇത് എങ്ങനെ സമ്മതിപ്പിക്കുന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. പവിത്ര, നീ വേറെ ആളെ നോക്ക്. ആ മൃഗത്തിന് ഞാൻ അറിഞ്ഞ് ഒരു സഹായവും ചെയ്യില്ല, ചെയ്യുന്ന പ്രശ്നവും ഇല്ല. സാറേ ഞാൻ പറയുന്നത് അതൊന്ന് കേൾക്ക്. ഇത് ഡോക്ടറുടെ കേസല്ലല്ലോ, ഇത് ആലീസിന്റെ കേസല്ലേ. ഈ ആലീസ് എന്ന് പറയുന്ന ആ മൃഗത്തിന്റെ ഭാര്യ തന്നെയല്ലേ? ഇതിനെ രണ്ടും രണ്ടായിട്ട് വേണ്ടേ കാണാൻ. സത്യം പറഞ്ഞാൽ ഡോക്ടർ സമ്മതമില്ലാതാണ് ആലീസ് എന്നോട് ഈ കാര്യം എന്ന് പറഞ്ഞത്. ആലീസ് ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറയാ അതൊക്കെ പോട്ടെ, അതൊക്കെ ചീള് കേസല്ലേ എന്ന്. അല്ല പവിത്ര, ഞാനൊരു കാര്യം പറയാം. കാര്യം മൃഗം എൻ്റെ ശത്രുവാണ്, പക്ഷേ ഈ കാര്യത്തിൽ അയാൾ പറഞ്ഞല്ലേ ശരി. എവളാര് തമ്പുരാട്ടിയാ അതോ പൂലോക രമ്പയാ? അങ്ങനെയൊന്നും പറയല്ലേ സാറേ. അതെന്ന് പറഞ്ഞാൽ വലിയ വലിയ സൗകര്യത്തിൽ ജനിച്ച കൊച്ചല്ലേ, അപ്പൊ അതിന്റെ അഹങ്കാരം അത് കാണിക്കും. പിന്നെ ഞാൻ ഈ കാര്യം ഏറ്റുകൊണ്ട് വന്നത് സാറിന് വേണ്ടിയിട്ടാണ്. സാറിന് നല്ലൊരു മൈലേജ് കിട്ടുന്ന കേസായത്. എനിക്കോ? അതായത് ഈ ഡോക്ടറിനോട് സാറിന് അത്ര രസക്കുറവല്ലേ? അങ്ങനെ വലിയ രസക്കുറവൊന്നുമില്ല, പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമല്ല. അപ്പോൾ അയാൾ അറിയാതെ അയാളുടെ ഭാര്യയെ കയ്യിലെടുക്കാൻ പറ്റിയ ഒരു അവസരമല്ലേ ഇത്? പാഴാക്കി കളയാൻ പാടുണ്ടോ? മുഖത്ത് നോക്കി തെണ്ടിത്തരം പറയരുത്. ഞാൻ അത്രക്കാരനല്ല. ആ മൃഗം കണ്ട പെണ്ണുങ്ങളെ പറയുകയാണെന്ന് കൊഞ്ചയും കൊഴയും ചെയ്തു ഞാനും അങ്ങനെയാണെന്ന് വിചാരിച്ചാ നീ? സാർ ആ ടൈപ്പ് അല്ലെന്നുള്ള കാര്യം എനിക്കറിയാമല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് സാർ ഈ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി ആലീസിന് സാറിനോടുള്ള ബഹുമാനം കൂടിക്കൂടി വരും. പിന്നെ ആ ബഹുമാനം കൂടി 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 ആണ്ടേ, ഞാൻ ആ റൂട്ടിലേക്കല്ല ഞാൻ പോയത്. അതായത് ഭാവിയിൽ ഡോക്ടറെ നീക്കങ്ങൾ സാറിന് അറിയാൻ പറ്റും. മേലിൽ അങ്ങനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ഐഡിയ എന്നെ മനസ്സിൽ തോന്നിയോണ്ടാണ് ഞാൻ കൂടി ഇങ്ങോട്ട് വന്നത്. പവിത്ര, നിനക്കറിയാലോ ഞാൻ ഇങ്ങനെയുള്ള കേസുകളൊന്നും ഏറ്റെടുക്കാറില്ലെന്ന്. മാത്രമല്ല, ഇതിപ്പോൾ ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചാലേ അത് ശരിയാവില്ല. പെണ്ണിൻ്റെ വാക്ക് കേട്ടത് സാറല്ലല്ലോ, ഞാനല്ലേ. മാത്രമല്ല ഈ കേസ് സാർ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും കൈക്കൂലി തരാമെന്ന് ആലീസ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടോ, സാറ് ഭൂലോക മാന്യനാ, കൈക്കൂലി ഒന്നും മേടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ സാറേ, ഇത് ഇത്ര മാത്രം ആലോചിക്കാൻ എന്നായിരിക്കുന്നത്? സാറ് വിചാരിച്ചാൽ ഈ കേസ് പുഷ്പ പോലെ ചെയ്യാൻ പറ്റും. ഹലോ. ആലീസേ, ഞാനായിരുന്നേ. എന്തായി? ഞാൻ എല്ലാ കാര്യം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി മേലിൽ അവന്റെ ഒരു ശല്യവും കാണത്തില്ല. ഇന്ന് സത്യപാല സാർ അവനെ പൊക്കിയിരിക്കും. പോരെ? അല്ലല്ല, അവനെ പേടിപ്പിച്ച് വിട്ടാ പോരാ, 2 ഇടി എന്തായാലും കൊടുക്കണം. അത് പിന്നെ ഞാൻ പറയാതിരിക്കുവോ? ഇന്ന് സത്യപാലൻ സാർ അവന്റെ നട്ടടിച്ച് വെള്ളമാക്കും, നോക്കിക്കോ. അത് മതി. എന്നോട് കളിച്ചാ എന്താ ഉണ്ടാവുന്നെന്ന് അവനൊന്ന് അറിയട്ടെ. പിന്നെ ഈ 5000 രൂപ കൊണ്ട് മുതലാവത്തില്ലെന്നാ സാറ് പറയുന്നത്. പിന്നെ ആലീസിന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു വിധം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നാ ശരി, വെക്കട്ടെ ഞാൻ. എന്നാ ശരി. ശരി 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 ശരി. എന്താടി ഒരു കള്ളത്തരം? എന്ത് കള്ളത്തരം? ആരാ വിളിച്ചേ? അത് പവിത്രൻ. ചുമ്മാ എന്തോ ഉണ്ടല്ലോ. ഒന്നും ഇല്ലാന്ന്. ഉണ്ട്. ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇച്ചായനോട് പറയാൻ മനസ്സില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോ സഹായിക്കാത്ത ഭർത്താവിനെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ ഒരവകാശവും ഇല്ല. അതെ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. സാർ ഇല്ല സാർ, ഇന്ന് സബ്മിറ്റ് ചെയ്യാം സാർ. ഇല്ല ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരാം. ഓക്കെ സാർ. സാർ ഇവനാണ് ആള്? അതെ സാർ. എന്താണ് നിന്റെ പേര്? ഷാജി. ഓ, നീയാണോ അലവിലാതെ ഷാജി? അയ്യോ, അലവിലാതെ ഷാജി അല്ല, ഞാൻ ഡീസന്റ് ഷാജിയാണ് സാർ. ജോലിയെല്ലാം ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും മാന്യമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീടിന്റെ മുമ്പ് പോയി നിന്നിട്ട് അസഭ്യം പറയുന്നത് അല്ലേ? അയ്യോ സാറേ, ഞാൻ ആരാ വീട്ടിൽ ചെന്ന് അസഭ്യം പറഞ്ഞിട്ടില്ല സാർ. മോടത്തിലും കാണിച്ചിട്ട് പോലീസുകാരുടെ മുഖത്ത് കള്ളം പറയാം. ഇല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത് സാർ. അല്ലേ സാർ അവനെപ്പോഴുള്ള ഞരമ്പ് രോഗികളോട് പ്രയോഗിക്കുന്നില്ലേ, അതങ്ങ് പ്രയോഗിക്കും. എന്തോന്നു? നിനക്ക് എന്താടാ വേണ്ടത്? നീ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ അസഭ്യം പറയും അല്ലേ? നീ എന്താ പറഞ്ഞത്? വീട്ടിൽ അടച്ചുമൂടിയിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വരാൻ, നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുകയാണെന്ന് അല്ലേടാ? എന്നിട്ട് അത് ചോദിക്കാൻ ചെന്നപ്പോ നിന്റെ ഒരു ന്യായവും ഞാൻ റോഡിലാണത്രയെന്ന്. ഇപ്പൊ ന്യായം പറയടാ.
അതിന് ഇപ്പൊ ഇത് റോഡല്ലല്ലോ. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിന്നിട്ട് ന്യായം പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. ആണല്ലേ? ഇല്ല. വേണ്ട, ന്യായം. ദാ, നിന്റെയൊക്കെ അസുഖം എന്താണെന്ന് എനിക്കറിയാം. ആണുങ്ങളെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അവര് തിരിച്ചു പറയും. പെണ്ണുങ്ങളാവുമ്പോ അത് കേട്ടോണ്ട് നടക്കുമല്ലോ അല്ലേടാ? അതൊക്കെയാണ് നിന്റെയൊക്കെ ധൈര്യം. അല്ല സാറേ, ഞാൻ പറയുന്ന കേക്ക്. അത് കേട്ടിട്ട് നിങ്ങളെ ഇടിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. ഇടിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ സാറേ, ഞാൻ പറയുന്ന കേക്ക്. എന്നിട്ട് എന്നെ ഇടിച്ചോ? എന്താ നിനക്ക് പറയാനുള്ളത് പറയും. സാറേ, സാറിന്റെ വീടിന്റെ ആ സൈഡിലുള്ള വഴിയില്ലേ, അവിടെ കൂടെ ഞാൻ ബൈക്കിലോട്ട് വരികയായിരുന്നു. അപ്പോൾ എൻ്റെ മൊബൈലിലോട്ട് ഒരു കോൾ വന്നു. ഞാൻ ലൈൻ അടിക്കണ പെണ്ണാണ് എന്നെ വിളിച്ചത്. മനസ്സിലായില്ലേ? ആ ഹലോ, ഇപ്പോഴാണോ വിളിക്കുന്നത്? ഞാൻ എത്ര നേരം നിന്നിട്ട് വിളിക്കുകയാണെന്നറിയോ? പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെ അടച്ചുമൂടി വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കൂടി. നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ നിന്റെ ബോറടി മാറ്റാനാണ്. അപ്പം നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ കാര്യം ഞാൻ ഏറ്റു. ഇങ്ങനെ മിണ്ടായിരുന്ന എങ്ങനാ? എന്തെങ്കിലും ഒന്ന് പറ, കേക്കട്ട്. ആരാടാ നീ ഇങ്ങനെ ചൂടായാലും എങ്ങനെ? എത്ര നാളായി ഞാൻ ഇങ്ങനെ പുറകെ നടക്കുന്നു? എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് കേട്ടാ. എന്ത് പരിധി? അതെ, വെറുതെ വീടിന്റെ മുന്നിൽ വന്ന് വൃത്തിയാടി വിളിച്ചു കൂവിയാലുണ്ടല്ലോ. എന്റെ പൊന്നേ, നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിക്കുകയാണെന്ന് അറിയാവോ? ആരാടാ നീ? എന്ത്? അതെ, മറ്റുള്ളവരോട് കളിക്കുന്ന പോലെ നീ എന്നോട് കളിച്ചാലുണ്ടല്ലോ, നീ വിവരം അറിയും. എന്തോ സ്ഥലം വിട്, പോ അല്ലെങ്കിൽ വിവരം അറിയും. ചെല്ല്. അതെ, ഞാൻ റോട്ടിലാണ് നിൽക്കണത്. എനിക്ക് ഇവിടെ നിൽക്കാൻ ആരുടെ അനുവാദം വേണ്ട കേട്ടാ. ആണാ? റോട്ടിൽ നിന്നോണ്ടല്ലേ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളെ കമന്റ് അടിക്കാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? ഒന്ന് വാ പെണ്ണുപിള്ളേ. പെണ്ണുപിള്ളയാ? ഞാൻ ആരാന്ന് നിനക്കറിയാടാ? നിങ്ങൾ ആരാ? എനിക്കെന്തോന്ന്? എനിക്ക് സൗകര്യമുള്ളത് പോലെ ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളും ചെയ്യും. അല്ല പിന്നെ ചെയ്യാം കേട്ടാ. സാറേ, അത്ര ആയപ്പോ അവിടെ നിറം മാറി. പിന്നെ അവിടെ നടന്നത് സാറന്മാരൊന്ന് കേൾക്കണമായിരുന്നു. ചെയ്യോടാ, അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. പിന്നെ നിങ്ങൾ അടിക്കാൻ വന്ന ഞാൻ ഇവിടെ കൈയും കെട്ടി നോക്കിയിരിക്കേ. നിനക്ക് ഞാൻ ആരാന്നറിയോടാ? നാറി. എനിക്ക് നാറിയുന്ന അത് തന്നെ, തേക്കുംകാട്ടിലെ 10 ദിവസത്തിന്റെ മോള് ആലീസ ഞാൻ. എന്റെ അപ്പച്ചൻ വിചാരിച്ചാലേ നിന്റെ പൊടി പോലും കാണൂല. നിങ്ങൾ അപ്പ ഏത് മജിസ്ട്രേറ്റ് ആയാലും എനിക്ക് വെറും പുല്ലാണ്. എന്തൊക്കെ വിളിക്കോടാ നീ? വിളിക്കും ഞാൻ. വിളിക്കോടാ നീ? വിളിക്കും ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ പുളിച്ച തെറി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല സാറേ. അതും എന്തോന്ന് വെറൈറ്റി തെറികൾ. മര്യാദക്ക് നീ പോയില്ലെങ്കിലുണ്ടല്ലോ, ഇനി ഈ ഏരിയയിൽ എങ്ങനെ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളെ പോലെ അല്ലേട്ടെ ഞാൻ. പോടാ പോടാ കാണിച്ചു തരാന്നാ. അവനെ അറിയത്തില്ല ഞാൻ ആരാണെന്ന്. ഷാജി പൊക്കോട്ടാ. പിന്നെ ഇനി ഫോൺ വിളിക്കുമ്പോഴൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. വെറുതെ നമ്മളായിട്ട് എന്തിനാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കണത്? അതെ അതെ, അതുപോലെ മുട്ടുകാല് കയറ്റുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം മാഡത്തിനോട്. സോറിടാ. താങ്ക് യു. ശരി, പോട്ടെ. ഓക്കെ. ശരി, പോട്ടെ മാഡം. ബാറ്ററി പോയതാന്ന് തോന്നുന്നു. ആ, സത്യട്ടം വന്നോ? ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു മിനിറ്റേ. കാലത്തെ ഞാൻ ചായ ചോദിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ചായ വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കണം, അത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല എന്നൊക്കെയല്ലേ പറഞ്ഞേ. അത് ഓരോ തിരക്കിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടല്ലേ സത്യേട്ടാ. ഓരോരുത്തർക്ക് ഓരോ സമയത്ത് ഓരോ മൂടായിരിക്കില്ലേ സത്യേട്ടാ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും. നീ തെറി പറയുമോ? സത്യേട്ടന് എന്താ വേണ്ടത്? രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പോഴത്തെ ദേഷ്യത്തിനാ. ഇപ്പൊ ദേഷ്യം മാറി. സത്യേട്ടന് എന്താ പറ്റിയേ? ഒന്നുമില്ല അർച്ചേ, ഈ ഒരാൾക്കാരെ പറ്റിയുള്ള നമ്മുടെ ഈ ധാരണ
എത്ര പെട്ടെന്നാണ് മാറുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ. ഈ പുറമെ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ ആൾക്കാർ, അതൊക്കെ ഉള്ളില് വേറെയാ. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആർച്ചയോട് പറയാറില്ലേ, ആലീസിനെ കണ്ടുപിടിക്കുന്ന്. അതൊന്നും വേണ്ട. നമ്മളെന്തിനു വെറുതെ മറ്റുള്ളവരെ കണ്ടുപിടിക്കണേ അല്ലേ?